മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബി.ജെ.പിയുടെ മൂന്നാം സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങി. 11 പേരുടെ ലിസ്റ്റാണ് ഒടുവിലെത്തിയത്. തിരുവനന്തപുരത്ത് കരമന ജയനും അരുവിക്കരയിൽ വിവേക് ഗോപനും സ്ഥാനാർത്ഥികളാകും. കഴിഞ്ഞ വർഷം ചിറയൻകൂടിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി അതേ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യും. ദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കരമനയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലാണ് കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് കരമന ജയനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ആരൊക്കെയാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്? സ്വാതി, മൂന്നാം ഘട്ട ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 11 പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കരമന ജയൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിലവിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി CP ജോണും LDFന്റെ സ്ഥാനാർത്ഥിയായി കരമന സുധീറും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ കരമന ജയന്റെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ഒരു ത്രികോണ മത്സരത്തിന് കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സാധ്യത തുറന്നിട്ടിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട 2 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിറയൻകീഴിൽ നിന്നും BS അനൂപ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒപ്പം തന്നെ ചടയമംഗലത്ത് RS അരുൺരാജ് കൂടി സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇരുവരും കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയും കോൺഗ്രസ് വിട്ട് 2 പേരും ഇന്നിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം കോവളത്ത് നിന്നും TN സുരേഷ് BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. മുൻപ് RJDയിൽ ഉണ്ടായിരുന്ന TN സുരേഷ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൂടിയാണ് അതിനുശേഷം പിന്നീട് ISTDയിലേക്ക് കളം മാറ്റി ചവിട്ടുന്നത്. അതിനുശേഷം അവിടെയും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൂടി ഇപ്പോൾ വീണ്ടും BJPയിലേക്ക് എത്തി. അവിടെ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോവളത്ത് നിന്നും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, അരുവിക്കരയിൽ സിനിമാ സീരിയൽ താരം വിവേക് ഗോപൻ കൂടി BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇതോടുകൂടി ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നതാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും മുഴുവൻ മണ്ഡലങ്ങളിലും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഈ ഒരു സമയത്ത് പൂർത്തിയായിരിക്കുന്നു. മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് BJP.